13-കാരൻ ചാലിയാർപ്പുഴയിൽ മുങ്ങി മരിച്ചു. പോത്തുകൽ ഭാഗത്ത് ഭൂതാരം കടവിലാണ് ഇന്ന് 12:30 ദാരുണമായ സംഭവമുണ്ടായത്. നല്ലംതണ്ണി ത്വയ്ബത്തുലും അക്കാദമിയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഉപ്പട ചാത്തമുണ്ട സ്വദേശി പാറപ്പറപ്പൻ ഷമീറിന്റെ മകൻ ഷാമിൽ എന്ന 13-കാരനാണ് മരിച്ചത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി നിലമ്പൂർ ജില്ലാശുപത്രിയിലേക്ക് മാറ്റും. കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടയിലാണ് അപകടം. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. സ്വന്തം മകളെ ജീവന്റെ ജീവനായിട്ട് സ്നേഹിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന നേരത്ത് ആ മകളുടെ ഒരു നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൈ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഉപ്പ, ആ ഉപ്പാന്റെ ഏറ്റവും വലിയൊരു സങ്കടം അതാണ്. ഇങ്ങനെയൊക്കെ മകളെ വളർത്തി നന്നായിട്ട് പഠിപ്പിച്ച് അവൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ നേരത്ത് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാനോ ഉപ്പാക്ക് അവകാശമില്ലാത്ത ഒരൊറ്റ കാരണമുള്ളൂ, ആ ഒരു പെൺകുട്ടി ദത്തുപുത്രിയാണ്. ദത്തുപുത്രിയാണെങ്കിൽ മകളുടെ സ്ഥാനത്തല്ല, ആ ഉപ്പാക്ക് അതിൻ്റെ അവകാശമില്ല. ആ ഉപ്പ വല്ലാത്ത സങ്കടത്തിൽപ്പെട്ടൊരു അനുഭവം പങ്കുവെക്കണ്ട. ഇൻഷാ അല്ലാഹ് അനുഭവം പറയാം. അതിനു മുൻപ് നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചാലിയാർപ്പുഴയിലെ ഒരു ദർസ് വിദ്യാർത്ഥി ഷാമിൽ എന്ന് പേരുള്ള 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽ മരണപ്പെട്ട ഒരു വാർത്ത ഇന്നലെ കണ്ടിരുന്നു. ആ ഒരു കുട്ടി കൂടെയുള്ള ദർസ് വിദ്യാർത്ഥികളുമായിട്ട് ദർസിന്റെ പിരിവിനായിട്ട് പോയതാണ്. അങ്ങനെ നിലമ്പൂർ ഭാഗത്തുള്ള ഈ പോത്തുകല്ല് കടവിൻ്റെ അവിടെ പുഴ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുഴ കാണിപ്പിച്ചു കൊടുക്കുകയാണ്. അവനാണ് കൊണ്ടുപോകുന്നത്. നല്ല പുഴയുണ്ട്, മനോഹരമായ ചാലിയാർ പുഴ. അങ്ങനെ പറഞ്ഞിട്ട് ഈ പുഴ അവൻ ആ കയത്തിൽ ഇറങ്ങി ആ ഒരു ആഴത്തിൽ അവൻ മുങ്ങി. മറ്റുള്ളവർ നിലവിളിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും ഈ ഷാമിൽ എന്ന 13 വയസ്സുള്ള ഷമീറിൻ്റെയും നുസ്രത്തിൻ്റെയും പൊന്നുമോനും മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ ഒരു കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഇനി വേനൽ വരുമ്പോൾ കേൾക്കാവുന്ന ഒരു അപകട വാർത്തയാണ് ജലാശയങ്ങളിൽ മുങ്ങി മരണം. ഒരിക്കലും നമ്മുടെ മക്കൾക്ക് അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമുക്ക് പരിചയമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പുഴയിലും ആഴമേറിയ കുളങ്ങളിലും നമ്മൾ പരമാവധി നമ്മൾ ഇറങ്ങാതിരിക്കുക. ഈ പാവം പൊന്നുമോന് ദർസിലോ അറബിക്കോ ഒരു മതസ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അതിൻ്റെ ഒരു പിരിവിനായിട്ടാണ് അത്ര ആ ഭാഗത്തേക്ക് പോയത്. ഇവൻ തലപ്പാവ് ധരിച്ച ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ആ കുടുംബം സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. വലിയൊരു ഉസ്താദായിട്ട് മാറി, ഒരു നാടിനും വീടിനുമൊക്കെ കുടുംബത്തിനും ഉപകാരപ്പെടുന്ന ഒരു ഉസ്താദായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കുടുംബമായിരിക്കാം. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവരുണ്ടായിരുന്നു പങ്കുവെക്കുക. ഇന്നാണ് ആ കുഞ്ഞിനെ ഖബറടക്കിയത്. ഈ കുട്ടി ആ ഒരു അത്രയും സന്തോഷത്തിൽ ദർസിന് വേണ്ടിയിട്ട് പിരിവിന് വേണ്ടി പോകുന്ന ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരിക്കലും താൻ ഇനി തിരിച്ചിങ്ങോട്ടില്ല എന്നുള്ളത് ചിന്തിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് ഇതിനൊരു കഥ അറിയില്ല. എവിടെ വെള്ളം കണ്ടാലും ഒരു പുഴ കണ്ടാലും ഇറങ്ങുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ നമ്മുടെ അവസാനത്തെ ഇറക്കാവും. നമ്മുടെ ജീവൻ അങ്ങോട്ട് പോകും. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് അത് സഹിക്കൂല എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന ഈ നമ്മുടെ വിസാൽ മീഡിയ കുടുംബം എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഉപ്പ പങ്കുവെച്ചൊരു കാര്യമാണ്. വല്ലാത്ത സങ്കടത്തിലായിരുന്ന ആ ഒരു ഉപ്പ. ഞാൻ ആ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഇവരുടെ മകളെ 1 വയസ്സാകുമ്പോൾ 1.5 വയസ്സാകുമ്പോഴാണ് ദത്തെടുത്ത് വളർത്തിയ കുട്ടിയാണ്. ഈ കുട്ടീനെ വളർത്തി വലുതാക്കി നന്നായി പഠിപ്പിച്ച് ആ കുട്ടിക്കറിയാം ദത്തു മകളാണ് എന്നുള്ളത്. ആ കുട്ടിക്കറിയാം. ആ കുട്ടിക്ക് അതിൻ്റെ യാതൊരു പ്രശ്നങ്ങളില്ല. കാരണം ഒരു വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്ഥാനത്ത് നിന്നാണ് അവർ വളർന്ന് വലുതായി. അങ്ങനെ ഇവളുടെ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു കല്യാണക്കാര്യം വന്നു. കല്യാണക്കാര്യം വന്നു എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. വീട്ടുകാർ അന്വേഷിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു ഫാമിലിയാണ്. അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. അവരും ഇതേപോലെ ഒരു പ്രണയിച്ച് നടക്കാനൊന്നും ഇഷ്ടപ്പെട്ടിരുന്നവരല്ല. അവർക്ക് പുറത്തുനിന്ന് കണ്ട് ഇഷ്ടമായി. വീട്ടുകാരോട് പോയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് കല്യാണത്തിലേക്ക് എത്തിയപ്പോൾ ആ ഒരു പിതാവ് അത്രയും സ്നേഹത്തോടെയാണ് തൻ്റെ മകളെ വളർത്തി വലുതാക്കിയത്. ഒരു പിതാവ് മകൾ എന്നുള്ള അടുപ്പല്ല, നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അങ്ങനെ ഇവളുടെ കല്യാണക്കാരെത്തിയപ്പോൾ ഈ ഉസ്താദിനോട് പോയി സംസാരിച്ചു. ഇങ്ങനെ ദത്തുമകളാണ്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, പൊന്നു കാക്ക, നിങ്ങൾ ഇസ്ലാമിൽ അങ്ങനെ ദത്തെടുക്കാനൊന്നും പറ്റൂല. നമ്മുടെ നിയമം അനുസരിച്ച് ദത്തെടുത്താൽ തന്നെ അതൊരു മകൾ എന്നൊരു പരിഗണനയിൽ വരില്ല, വളർത്തുമകളെ ആവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അവളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് ഖാദിക്കാണ് അവകാശമുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും ഈ മകളോട് എങ്ങനെ ഈ മനുഷ്യൻ പറയാ? കാരണം മകള് അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളർത്തി വലുതാക്കിയ ഒരു പിതാവ് തന്നെ തൻ്റെ ഭാവി വരന് കൈപ്പിടിച്ചു കൊടുക്കണം എന്നാണല്ലോ.
അപ്പോൾ ഇത് ഭാര്യയോട് ചർച്ച ചെയ്തു. ഭാര്യ പറഞ്ഞു നമ്മളിത് മകളോട് സംസാരിച്ച് അവസാനം മകളോട് കാര്യങ്ങൾ പറഞ്ഞു. മകൾ പറഞ്ഞു അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാവില്ല. എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ ഉപ്പയും ഉമ്മയും നിങ്ങളാണ്. ആ ഉപ്പാക്കും ഉമ്മാക്കും ഇല്ലാത്ത എന്ത് അർഹതയാണ്, എന്ത് അവകാശമാണ് കാലിക്കുണ്ടാവുക? അത് നിങ്ങൾക്ക് എന്തോ പിഴച്ചതാവും, ഉസ്താദിന് എന്തോ പിഴച്ചതാവും. അതങ്ങനെ കുടുംബത്തെ ചർച്ചയായി. അപ്പോൾ കുടുംബത്തെ എപ്പോഴും അങ്ങനെ കുറച്ച് പേരുണ്ട്, യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ എവിടെയെങ്കിലും വികലാക്കാൻ വേണ്ടി നടക്കുകയാണെങ്കിൽ അതുമ്മ നടക്കുന്ന ആളുകൾ, അവരാ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് തെറ്റാണ്, ഇവിടെ കുറേ ദത്തെടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, അത് മകൾ തന്നെയാണ്. എന്തായാലും ഇയാൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളോട് റെസ്പെക്റ്റ് ഉള്ള ഒരു കുടുംബമാണ് ഇവർ. അങ്ങനെ ഉസ്താദിനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളിതിൽ ബേജാറാവൊന്നും വേണ്ട, ഫിഖ്ഹിൽ ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്, അത് പറയാൻ ഞാനെന്നൊരു ഉസ്താദിനേക്കാൾ അർഹത നമ്മുടെ ഖാദിക്കാണ്. അങ്ങനെ കുടുംബത്ത് പോയി, ഖാദിയുടെ കുടുംബത്ത് പോയിട്ട് ഖാദിയെ പോയി കണ്ടു. ഖാദിയോട് വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്, അങ്ങനെ ഒരു കല്യാണം കേസിൻ്റെ വിഷയമാണ്. അപ്പോൾ മകളുടെ വലിയൊരു ആഗ്രഹം അത് പിതാവ് തന്നെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോൾ അത് നിലവിലൊരു വിഷയത്തിൽ ഇവരൊരു ദത്തുമകളാണല്ലോ, ഖാദിയായ എനിക്കാണ് അവകാശം, എൻ്റെ അവകാശം ഞാൻ ആ പിതാവിന് കൊടുക്കുന്നു. ഞാൻ ആ പിതാവിന് നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള അവകാശം ആ പിതാവിനാരി ഏൽപ്പിച്ചു കൊടുത്തു. ഖാദി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ ഭയങ്കര സന്തോഷവാനായി. ആ മനുഷ്യൻ അതിലേറെ സന്തോഷവാനായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് മകളോടും ഭാര്യയോടും പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഖാദി നമുക്കുണ്ടായിരുന്നു, നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചു, അപ്പോൾ നിന്നെ വിവാഹം ചെയ്ത് കൊടുപ്പിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് മതപരമായിട്ട് അതൊരു പ്രശ്നമാക്കണ്ട. പലപ്പോഴും ഇത്തരം സബ്ജക്റ്റുകൾ മുൻപിൽ വരുമ്പോൾ ഇസ്ലാമിനെ വികലമാക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇതിലൊന്നും വകുപ്പില്ല, ഒരു പിതാവിന് അർഹതയില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ ആ കുടുംബം ഭയങ്കര ഹാപ്പിയായി, കാരണം സ്വന്തം മകളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ആ പിതാവിന് അവകാശം കിട്ടിയല്ലോ എന്നുള്ളത്. അത് മകളോട് പറഞ്ഞപ്പോൾ ആ മകൾക്ക് അതിലേക്കാളേറെ സന്തോഷം. നമ്മുടെയൊക്കെ നാട്ടിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്കൊരു പരിഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കളിയാക്കും. ഇസ്ലാമിൽ അങ്ങനെയില്ല, ഇസ്ലാം മനുഷ്യത്വ വിരുദ്ധമാണ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച അറിവുള്ള എല്ലാ മദ്ഹബുകളിലെയും സ്വന്തം മദ്ഹബുകളിലെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ അറിയുന്ന യഥാർത്ഥ ഫക്കീഹുമാരടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഫിഖ്ഹിൽ തന്നെ ഉണ്ട്. നമ്മൾ അറിയാത്തത് കണ്ടിട്ട് നമ്മൾ ഇസ്ലാമിനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എന്തായാലും ഇന്ന് ആ കുടുംബം വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അനുഭവം ഞാൻ പറയാൻ കാരണം, സമാന അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ദത്തുപുത്രിയായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ മകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നൊരാദ്യം വേണ്ട, കൃത്യമായിട്ട് മതം അറിയുന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതിന് കൃത്യമായ മറുപടി നൽകും. അപ്പം അതൊന്നും ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഒരിക്കലും കൊണ്ടു നടന്നിട്ട് മതത്തിനെ നമ്മൾ കളിയാക്കുകയോ മതത്തിനെ നമ്മൾ മോശമാക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വരരുത്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ അനുഭവം പങ്കുവച്ചത്. സ്വന്തം മകളെ സ്നേഹത്തോടെ വളർത്തിയ മാതാപിതാക്കളാണ്. ആ ഒരു മകളെ കൈപ്പിടിച്ചു കൊടുക്കാനുള്ള അവകാശം ആ പിതാവിന് ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അതിന് പരിഹാരമാർഗ്ഗങ്ങളും കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക. അതിനാണ് ഞാൻ ഈ അനുഭവം ഒരു പെർമിഷനോടുകൂടി ഞാൻ പങ്കുവച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു ഈ പള്ളി ഏതാണെന്ന്. പക്ഷേ പള്ളിയുടെ ഫോട്ടോ കൊടുക്കാൻ വിട്ടുപോയി. പലരും അത് ചൂണ്ടിക്കാട്ടിയിരുന്നു, ഇന്നലെ നിങ്ങൾ ഫോട്ടോ വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ചൂണ്ടിക്കാണിച്ചതിനൊക്കെ ഒരുപാട് നന്ദി. എഡിറ്റിങ്ങിൽ വന്ന ഒരു അബദ്ധമാണ്, മറന്നുപോയതാണ് ചേർത്ത് കൊടുക്കാൻ. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ചെറിയൊരു സംഭവം പറയാം. ആ സംഭവം ഏത് പ്രവാചകൻ്റെ മക്കളെ കുറിച്ചാണ് ഈ സംഭവം എന്നുള്ളതാണ് പറയേണ്ടത്. ഒരു മകൻ, അതായത് രണ്ട് ആൺകുട്ടികൾ തമ്മിൽ തർക്കം, ഈ ഒരു വിവാഹത്തെ ചൊല്ലിയുള്ളൊരു തർക്കമായി. ഈ വിവാഹത്തെ ചൊല്ലിയുള്ളൊരു തർക്കം ഗംഭീര തർക്കം. അങ്ങനെ ഈ തർക്കം മൂത്തിട്ട് ഒരു സഹോദരൻ മറ്റേ സഹോദരനെ കുത്തി, അങ്ങനെ ആ ഒരു അടിപിടിയിൽ കുത്തിക്കൊന്നു. ഈ സഹോദരൻ മറ്റൊരു സഹോദരനെ കുത്തിക്കൊന്നു. അങ്ങനെ കുത്തിക്കൊന്ന സമയത്ത് ഇതിനെന്താ ചെയ്യേണ്ടത്? ഇത് രക്തം വാർന്ന് മരണപ്പെട്ടു പോയി, ആരും ഇത് കണ്ടവരില്ല. അങ്ങനെ കാണാത്തൊരു സന്ദർഭമാണ്. സ്വന്തം സഹോദരനെ കുത്തിക്കൊന്ന വ്യസനുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇവരിനി എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ല. ആ സമയത്താണ് അത്ഭുതം, ഒരു പക്ഷി വന്നിട്ട് നിലത്ത് ഇങ്ങനെ മണലിങ്ങനെ നീക്കിയിട്ട് എന്തോ അതിലിട്ട് മൂടുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യർക്ക് മനസ്സിലായി, ഈ മരിച്ചു കഴിഞ്ഞ ജീവനില്ലാത്ത വസ്തുക്കളെ ഇങ്ങനെ കുഴിച്ചു മൂടലാണ് വേണ്ടത്. കത്തിക്കൽ എന്നുള്ളൊരു രംഗമല്ല അവർ കണ്ടത്, അല്ലെങ്കിൽ വേറെ രീതിയിൽ സംസ്കരിക്കലല്ല. അപ്പം ഇത് കണ്ടപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ കൊല്ലപ്പെട്ട തൻ്റെ സഹോദരനെ കുഴിച്ചിട്ട് മൂടി. ഇതായിരുന്നു ലോകത്തെ ആദ്യത്തെ കൊലപാതകം എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഏത് പ്രവാചകൻ്റെ മക്കളാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.